അവസാനത്തെ മൊഡ്യൂളായ കോറിലേഷൻ അനാലിസിസ് ആണ് നമ്മൾ ഇന്ന് കാണുന്നത്. കോറിലേഷൻ അനാലിസിസിൽ കുറച്ച് ഭാഗം നിങ്ങൾ അസൈൻമെൻറ്റിൽ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചൊരു ബേസിക് ഐഡിയ ഉണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അത് സ്വന്തമായിട്ട് ചെയ്തവർക്ക് ആ ഒരു ഐഡിയ ഉണ്ടായിരിക്കും. അപ്പം നമ്മളിവിടെ കോറിലേഷൻ അനാലിസിസിൽ 3 പ്രധാനപ്പെട്ട തരത്തിലുള്ള കോറിലേഷൻസ് ആണ് കാണുന്നത്. ഒന്നാമതായിട്ട് സിമ്പിൾ കോറിലേഷൻ, 2 പാർഷ്യൽ കോറിലേഷൻ, 3 മൾട്ടിപ്പിൾ കോറിലേഷൻ. ഓക്കെ, അപ്പം സിമ്പിൾ കോറിലേഷനിൽ നമ്മൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതിൻ്റെ എസ്റ്റിമേറ്റ്സ്, പിന്നെ കോറിലേഷൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, പിന്നെ അതിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെസ്റ്റുകൾ, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞായിരിക്കും അടുത്ത കോറിലേഷനിലേക്ക് കടക്കുക. അപ്പം ഇത് കുറച്ചുകൂടി സിമ്പിളായിട്ടുള്ള പോർഷനാണ്. അപ്പം നമുക്കിത് ഈസി ആയിട്ട് എടുത്ത് തീർക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആദ്യം സിമ്പിൾ കോറിലേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. സിമ്പിൾ കോറിലേഷൻ നമുക്കെല്ലാം അറിയുന്നതാണ്. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്ന കാലം മുതൽ കാണുന്നതാണ് എന്താണ് കോറിലേഷൻ എന്നുള്ളത്. അപ്പോൾ അതിന് പല തരത്തിലുള്ള മെഷേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ ഒരു വെക്ടറാണ് കൺസിഡർ ചെയ്യുക. വി ഹാവ് എ വെക്ടർ. വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ സെറ്റ് ഓഫ് വേരിയബിൾസ് x1, x2, എക്സെട്ര xp എന്ന് പറയുന്ന വേരിയബിൾസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന വെക്ടറാണ് x എന്ന് പറയുന്നത്. സോ അതിലെ ഏതെങ്കിലും 2 വേരിയബിൾസ് xi ആൻഡ് xj വെയർ i നോട്ട് ഈക്വൽ ടു j. അത് ഇമ്പോർട്ടൻ്റ് ആണല്ലേ. ഒരു വേരിയബിള് വേറൊരു വേരിയബിളിനോട് കോറിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ കൺസിഡർ ചെയ്യാറ്. ഓക്കെ, അപ്പം ഇവിടെ സിമ്പിൾ കോറിലേഷനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക റോ ഐ ജെ എന്നാണ്. അതെവിടെ നിന്നാണ്? എക്സൈയുടെയും എക്സ്ജയുടെയും കോറിലേഷനെ റോ ഐ ജെ എന്ന് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ സാധാരണ കാൾ പിയേഴ്സൺ മെഷർ ഉപയോഗിച്ച് എങ്ങനെയാണ് പറയുക? കൊവേരിയൻസ് ഓഫ് എക്സ് ഐ എക്സ് ജെ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് വേരിയൻസ് ഓഫ് എക്സ് ഐ ഇൻറ്റു റൂട്ട് ഓഫ് വേരിയൻസ് ഓഫ് എക്സ് ജെ. സോ എക്സ് ഐ എക്സ് ജെ ഡിസ്ക്രീറ്റ് ആവുന്ന കേസിൽ, കണ്ടിന്യൂസ് ആവുന്ന കേസിൽ എന്താണ് വ്യത്യാസം വരിക? കൊവേരിയൻസും വേരിയൻസും കാണാനായിട്ട് സമ്മേഷൻ എടുക്കാം, ഇൻ്റഗ്രേഷൻ എടുക്കാം. അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഡിസ്ക്രീറ്റ് ആണോ കണ്ടിന്യൂസ് ആണോ എന്നുള്ളതിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പോപ്പുലേഷൻ ഫോം എന്താണ് വരുന്നതെന്നുള്ളത് നമുക്ക് അറിയാം. അപ്പം ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ റോയുടെ എസ്റ്റിമേഷനാണ്. റോയുടെ എസ്റ്റിമേറ്റിനെ നമ്മൾ സ്മോൾ ലെറ്റർ r വെച്ചാണ് ഡിനോട്ട് ചെയ്യുക. അപ്പം അതിന് മുന്നോട്ട് വരുമ്പോൾ അതിൻ്റെ മെട്രിക്സ് ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പോൾ അവിടെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ r ആണ് കൺസിഡർ ചെയ്യുക. അപ്പം സിമ്പിൾ കോറിലേഷന് എക്സ് ഐ ആൻഡ് എക്സ് ജെയുടെ ഇടയിലുള്ള സിമ്പിൾ കോറിലേഷനെ റോ ഐ ജെ എന്നാണ് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ എസ്റ്റിമേറ്റിനെ RIJ എന്നായിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്. സോ നോട്ട്സ് നിങ്ങൾ നോക്കുക. നമുക്ക് എസ്റ്റിമേഷനിലേക്ക് കിടക്കാം. സോ നമുക്കറിയാം എക്സ് എന്ന് പറയുന്നത് ഒരു പീവേരിയേറ്റ് നോർമൽ വെക്ടർ ആണെങ്കിൽ അവിടെ സിഗ്മ എന്താണ്? ഡിസ്പേർഷൻ മെട്രിക്സ് സിഗ്മയാണ്. സിഗ്മയുടെ MLE എസ്റ്റിമേറ്റ് ആണ് 1/n(s). അതെ, മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റ് ആണ് 1/n(s). അപ്പം 1/n-1s എന്താണ്? അൺബയസ്ഡ് എസ്റ്റിമേറ്റ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റോ ഐ ജെയുടെ MLE എന്ന് പറയുന്നത് സിഗ്മ ഐ ജെ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് സിഗ്മ ഐ ഹാറ്റ് ഇൻറ്റു റൂട്ട് ഓഫ് സിഗ്മ ജെ ഹാറ്റ്. ഓക്കെ, നമുക്കറിയാം കോവേരിയൻസ് ആണ് സിഗ്മ ഐ ജെ, അതിൻ്റെ എസ്റ്റിമേറ്റ് സിഗ്മ ഐ ജെ ഹാറ്റ്. ഓക്കെ, സിഗ്മ എക്സ് ഐയുടെ വേരിയൻസ് ആണ് സിഗ്മ ഐ സ്ക്വയർ അല്ലെങ്കിൽ സിഗ്മ ഐ. അപ്പോൾ അതിൻ്റെ എസ്റ്റിമേറ്റ് സിഗ്മ ഐ ഹാറ്റ്. ഇനി ജെയുടെ വേരിയൻസ് സിഗ്മ ജെ. ഓക്കെ, അപ്പം ഇതിനെ നമ്മൾ എസിൻ്റെ ഫോമിൽ എങ്ങനെ എഴുതാം? SIJ ബൈ റൂട്ട് ഓഫ് SII. ഈ SIIനെ എങ്ങനെ എഴുതാം? SI സ്ക്വയർ എന്നും എഴുതാം. ഓക്കെ, SII ഇൻറ്റു റൂട്ട് ഓഫ് SJJ. അപ്പം ഇതാണ് സിമ്പിളായിട്ട് പറയുമ്പം നമ്മുടെ റോ ഐ ജെയുടെ എസ്റ്റിമേറ്റ് ആയിട്ട് വരിക. ഇതൊക്കെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം നമ്മളിവിടെ ഇതായിട്ട് കാണാൻ പോകുന്നത്
ഈ RIJ എന്നാണ് നമ്മൾ ഇതിൻ്റെ എസ്റ്റിമേറ്റിനെ വിളിക്കുക. അതിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ നൾ ഡിസ്ട്രിബ്യൂഷൻ അതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. അപ്പം അത് നമുക്ക് നോക്കാം. സോ നൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി സാമ്പിൾ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം സിമ്പിൾ കോറിലേഷനിലെ സാമ്പിൾ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് നൾ ഡിസ്ട്രിബ്യൂഷൻ. അപ്പം ഇവിടെ ആദ്യമേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ പി വേരിയേറ്റ് വെക്ടറാണ്. അപ്പോൾ പി വേരിയേറ്റ് വെക്ടറിൽ നമ്മളിവിടെ p = 2 ആയിട്ട് കൺസിഡർ ചെയ്യുവാണ്. അതായത് 2 വേരിയബിൾസ് ഉള്ള ഒരു വെക്ടറാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ഈ കാൽക്കുലേഷൻ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി. ഓക്കെ, അപ്പം RIJ കൺസിഡർ ചെയ്യുന്നതിന് പകരം R12 അതായത് x1ഉം x2ഉം തമ്മിലുള്ള കോറിലേഷൻ, ഓക്കെ, അതിനെയാണ് നമ്മളിവിടെ കണ്ടുപിടിക്കുക. അപ്പോൾ അത് നമ്മുടെ ജനറൽ കേസിന് പകരം നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ അങ്ങനെയാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിവിടെ ഒരു സാമ്പിൾ കൺസിഡർ ചെയ്യണം. സാധാരണ അങ്ങനെയാണല്ലേ, എസ്റ്റിമേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴെല്ലാം നമ്മളതിൻ്റെ സാമ്പിൾ ഡിസ്ട്രിബ്യൂഷൻ കൺസിഡർ ചെയ്യുമ്പോഴെല്ലാം ഒരു സാമ്പിൾ നമുക്ക് വേണം. അപ്പോൾ ആ സാമ്പിളിൻ്റെ സൈസ് n ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ എളുപ്പത്തിനായിട്ട് ഞാൻ എഴുതിയിരിക്കുകയാണ്. അപ്പം സാമ്പിളിലെ ഫസ്റ്റ് യൂണിറ്റ് x1 എന്ന് പറയുന്നത് എന്താണ്? വെക്റ്റർ x11 x21. സെക്കൻഡ് യൂണിറ്റ് x2 എന്ന് പറയുന്നത് എന്താണ്? x12 x22. അങ്ങനെ xn എന്താണ്? x1n x2n. അപ്പം അത് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതായത് പിക്ക് പകരം നമ്മൾ 2 ആണ് കൺസിഡർ ചെയ്യുക. 2 വേരിയബിൾസ് ഉള്ള വെക്ടറാണ്, പക്ഷെ നമ്മൾ സച്ച് n വെക്ടേഴ്സ് കൺസിഡർ ചെയ്യുന്നു. അപ്പം ഇവിടുത്തെ നമ്മുടെ മീൻ വെക്ടർ, ഡിസ്പേർഷൻ മെട്രിക്സ് ഒക്കെ എന്താവുമെന്ന് ഊഹിക്കാമല്ലോ, ഏത് ഓർഡറിലാണ് വരുന്നതെന്ന് അറിയാം. സോ എന്താണ് ബാക്കിയായിട്ട് വരിക? സോ സിഗ്മയുടെ എസ്റ്റിമേറ്റ് എന്താണ്? 1/n s where s is the matrix 2x2 matrix with elements s11 s12 s22. എന്തുകൊണ്ടാണ് നമ്മൾ ലെഫ്റ്റ് ബോട്ടം കോർണർ അവോയ്ഡ് ചെയ്തിരിക്കുന്നത്? അവിടെ s21 ആണ്, വിച്ച് ഈസ് സെയിം ആസ് s12. സോ ഇങ്ങനെയാണ് നമ്മൾ എന്താണ് ഈ സിമെട്രിക് മെട്രിസസ് എഴുതുക. സോ അതുകൊണ്ടാണ് അവിടെ നമ്മൾ വേക്കൻ്റ് ആയിട്ട് ഇട്ടിരിക്കുക. സോ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സിമ്പിൾ കോറിലേഷൻ റോ 1-2 ആണ്. അതിൻ്റെ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് R12 which is equal to S12 divided by root of S11 into S22. അപ്പം ഇവിടെ നമുക്ക് R12ൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്തുകൊണ്ടാണ് അതിനെ നൾ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നതെന്ന് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം R12ൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടുന്ന് എടുക്കത്തില്ല. അതിന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ഓഫ് വേരിയബിൾസ് അപ്ലൈ ചെയ്ത് അങ്ങനെയാണ് ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുക. അപ്പം R12 എന്ന് പറയുന്നത് നമുക്കറിയാം S12 S11 S22 ഈ റാൻഡം വേരിയബിൾസിൻ്റെ ഫങ്ഷൻ ആയിട്ടാണ് R12 കിടക്കുക. അപ്പം നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എസിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കുക. അപ്പം എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എസ് എന്ന് പറയുന്ന മെട്രിക്സിൽ S11 S12 S22 ഉണ്ട്. അപ്പം എസിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ട്രാൻസ്ഫോർമേഷൻ ഓഫ് വേരിയബിൾസ് ഉപയോഗിച്ച് R12ൻ്റെ R12 വിത്ത് അതർ വേരിയബിൾസ് ഉള്ള ജോയിൻ്റ് ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കാം. അതിനുശേഷം R12ൻ്റെ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കാം. സോ അങ്ങനെയാണ് നമ്മളിവിടെ പ്രൊസീഡ് ചെയ്യുക. സോ നമുക്കറിയാം എസ് എന്ന് പറയുന്നത് എന്താണ്? സമ്മേഷൻ ഓവർ I = 1 to n - 1 xi - x bar into xi - x bar ട്രാൻസ്പോസ്. സോ xi - x ബാറിനെ നമ്മൾ ഇസഡായി എന്ന് എടുത്തു കഴിയുവാണെങ്കിൽ എസിനെ എന്താണ്? സമ്മേഷൻ ഓവർ I = 1 to n - 1 ഇസഡായി into ഇസഡായി ട്രാൻസ്പോസ് where ഇസഡായി follows p variate normal distribution with the mean vector 0 and ഡിസ്പേർഷൻ മെട്രിക്സ് സിഗ്മ. സോ എസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് നമുക്കറിയാം. പി വേരിയേറ്റ് വിഷാഡ് ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റേഴ്സ് n-1 ആൻഡ് സിഗ്മ. അങ്ങനെയാണെങ്കിൽ എസിൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ നമുക്കറിയാമല്ലോ. അപ്പം എഫ് ഓഫ് എസ് നമുക്ക് എഴുതാം. സോ വെൻ p = 2 f of s is of this form.
അപ്പം ഇവിടെ നമുക്ക് ചെയ്യാവുന്നത് ഡിറ്റർമിനൻ്റ് സിഗ്മ, ഡിറ്റർമിനൻ്റ് എസ്. ഓക്കെ, അതിൻ്റെ വാല്യൂസ് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്കറിയാം സിഗ്മ എന്താണ്, എസ് എന്താണ്. സോ അതിൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇതിന് കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ള ഒരു ഫോമിലേക്ക്, പിന്നെ എന്താണ് ട്രേസ് ഓഫ് സിഗ്മ ഇൻവേഴ്സ് എസ് കണ്ടുപിടിക്കുക, ട്രേസ് കണ്ടുപിടിക്കുക. ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ ഇവിടെ മെട്രിസസ് ഒഴിവാക്കിയിട്ട് നമുക്കൊരു ഫോമിലേക്ക് എത്തിച്ചേരാവുന്നതാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ സിഗ്മയുടെയും എസിൻ്റെയും ഡിറ്റർമിനൻസ്. സിഗ്മ നമുക്കറിയാം സിഗ്മ 1 സ്ക്വയർ, സിഗ്മ 1 2, സിഗ്മ 2 1, സിഗ്മ 2 സ്ക്വയർ ആണ്. അപ്പോൾ സിഗ്മ 1 2 എന്ന് പറയുന്നത് എന്താണ്, റോ ഇൻറ്റു സിഗ്മ 1 സിഗ്മ 2 ആണ്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് സിഗ്മ 1 സ്ക്വയർ സിഗ്മ 2 സ്ക്വയർ ഇൻറ്റു 1 മൈനസ് റോ സ്ക്വയർ ആണ് കിട്ടുക. സോ അതേപോലെ എസിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് S11 S22 മൈനസ് S12 സ്ക്വയർ. ഓക്കെ, ഇനി നമുക്ക് സിഗ്മ ഇൻവേഴ്സ് എസിൻ്റെ ട്രേസ് നോക്കാം. സോ സിഗ്മ ഇൻവേഴ്സ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ സിഗ്മ ഇൻവേഴ്സ് ഇൻറ്റു എസ് ചെയ്ത് നോക്കുക, അതിൻ്റെ ഡയഗണൽ വാല്യൂസിൻ്റെ സം കാണുക, ദാറ്റ് ഈസ് ദ ട്രേസ് ഓഫ് സിഗ്മ ഇൻവേഴ്സ് എസ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക. സിഗ്മ ഇൻവേഴ്സ് എസ് എത്രയാണെന്നുള്ളത് ഒന്ന് ചെയ്ത് നോക്കുക. സോ ട്രേസ് ഇതാണെന്ന് വിചാരിക്കുന്നു. സോ ഇനി നമുക്ക് ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിന് മുമ്പായിട്ട് ഗാമ വാല്യൂ, ഗാമ n-1/2ൻ്റെ വാല്യൂയും കൂടെ നമുക്കൊന്ന് നോക്കാം. ഈ ഒരു ഫോമിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ വിഷാഡിൻ്റെ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ട്. 2ന് പകരം p വരുമ്പോൾ എന്താണ് വരിക എന്നുള്ളത്. അപ്പം അവിടെ 2 വരുമ്പോൾ ഈ ഒരു ഫോമിലാണ് വരിക. അപ്പോൾ π⁻2 × 2 - 1/4 എന്താണ്, π⁻1/2. അതിന് നമുക്ക് √π എന്ന് എഴുതാം. ഓക്കെ, ബാക്കി ടേംസിന് വ്യത്യാസമില്ല. അപ്പം ഈ ഒരു ടേം കൂടി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും 4 ടേംസിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ എഫ് ഓഫ് എസ് ഏത് ഫോമിൽ വരും. സോ നമ്മുടെ എഫ് ഓഫ് എസ് എന്ന് പറയുന്നത് ഈ ഒരു ഫോമിലാണ്. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ കൺസിഡർ ചെയ്യാം, എഫ് ഓഫ് S11 S12 S22, അതായത് 3 വേരിയബിൾസ് S11 S12 S22ൻ്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി, ജോയിൻറ്റ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനാണ് ഈ ഒരു ഫോം എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്കപ്പം ഇതിൽ നിന്ന് R12ൻ്റെ ഫംഗ്ഷനാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഡെൻസിറ്റി ഫംഗ്ഷൻ. സോ നമുക്കറിയാം R12 എന്താണ്, S12/√S11 × S22. ഓക്കെ, അപ്പം S12ന് നമുക്ക് R12 × √S11 × S22 എന്നൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ എഫ് ഓഫ് S11 S12 S22 എന്നുള്ളത് S11 SR12 S22 അങ്ങനെ 3 വേരിയബിൾസിൻ്റെ ഫോമിലേക്ക് ഈ ഫംഗ്ഷന് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. അതായത് ട്രാൻസ്ഫർമേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതായത് ഇപ്പം y എന്ന് പറയുന്നത് എക്സിൻ്റെ ഒരു ഫംഗ്ഷനാണ്, എക്സിൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ നമുക്കറിയാം. സോ എങ്ങനെയാണ് വൈയുടെ ഡെൻസിറ്റി ഫംഗ്ഷൻ എഴുതുക, എഫ് ഓഫ് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു ജക്കോബിയൻ. എന്താണ് ജക്കോബിയൻ വരുന്നത്, ജക്കോബിയൻ ഈസ് ദി ഡെറിവേറ്റീവ് മെട്രിക്സ്. അപ്പം എന്തിനെയാണ് വിത്ത് റെസ്പെക്ട് ടു ഡെറിവേറ്റ് ചെയ്യേണ്ടത്, ഓൾഡ് വേരിയബിൾ വിത്ത് റെസ്പെക്ട് ടു ന്യൂ വേരിയബിൾ ആണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അങ്ങനെയാണ് നമുക്ക് ജക്കോബിയൻ കിട്ടുക. അപ്പം ഇവിടെ നമ്മുടെ 3 വേരിയബിൾസ് ഉള്ളത് കൊണ്ട് ജക്കോബിയൻ ഒരു മെട്രിക്സ് ഫോമിലാണ് വരിക. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ട് മെട്രിക്സ് ഫോമിൽ വരുമ്പം എങ്ങനെയാണ് ജക്കോബിയൻ എഴുതേണ്ടതെന്നുള്ളത് നേരത്തെ നമ്മൾ മൾട്ടിവേരിയേറ്റിൻ്റെ ട്രാൻസ്ഫോർമേഷൻ്റെ കേസിൽ കണ്ടിട്ടുണ്ട്. സോ അതുപയോഗിച്ച് നമുക്കിവിടെ ജക്കോബിയൻ അതുകൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ എഫിൻ്റെ കൂടെ നമ്മൾ മുകളിൽ കിടക്കുന്ന എഫ് ഓഫ് എസിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പം പിന്നെ മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം പോരാ, പിന്നെന്താണ് S12നെ R12ൻ്റെ ഫംഗ്ഷനായിട്ട് എഴുതണം. അതായത് S12 ഉള്ളിടത്തെല്ലാം R12 × √S11 S22 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അങ്ങനെ എഴുതി സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എഫ് ഓഫ് S11 R12 S22 കിട്ടും. സോ ആ ഡെറിവേറ്റീവ് മെട്രിക്സ് എങ്ങനെയാണ് എഴുതുന്നുള്ളത് നിങ്ങൾക്കറിയാം, അത് നോട്ട്ബുക്കിൽ തന്നിട്ടുണ്ട്. സോ വി ഗെറ്റ് J ഈക്വൽ ടു ജക്കോബിയൻ വാല്യൂ ഈക്വൽ ടു √S11 S22.
അപ്പം നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പം ഈ എഫ് ഓഫ് എസിൻ്റെ ഫോമിൽ എന്ത് മാറ്റമാണ് വരുന്നത്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പം S11 R12 S22ൻ്റെ ജോയിൻ്റ് ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഫോമിലാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പം ഇത്രയും വരെ എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായല്ലോ. ആദ്യം നമുക്ക് എസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അറിയാം, വിഷാഡ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പം അവിടെ നമ്മൾ എസിനെ S11 S12 S22 ആയിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടി അവിടെ എന്താണ് ട്രേസ് കാണാനുള്ളതും ഡിറ്റർമിനൻ്റ് കാണാനുള്ളതും ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, എല്ലാം വേരിയബിൾ ഫോമിൽ തന്നെ ഇട്ടു. അതിനുശേഷം S12ന് ട്രാൻസ്ഫോർമേഷൻ കൊടുത്തു, R12ൻ്റെ ഫോമിലാക്കി. അപ്പോൾ ഇതിൻ്റെ ജോയിൻ്റ് ഡെൻസിറ്റി കിട്ടി. ഇനി എന്ത് ചെയ്താൽ മതി? R12ൻ്റെ മാർജിനൽ ഡെൻസിറ്റിയാണ് നമ്മൾക്ക് കാണേണ്ടത്. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു നമുക്ക് നൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സിമ്പിൾ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ആണ് വേണ്ടതെന്ന്. സോ എപ്പോഴാണ് നൾ ഡിസ്ട്രിബ്യൂഷൻ ആകുന്നത്? വെൻ ρ12 ഈക്വൽ ടു 0. അപ്പോൾ നമുക്കിവിടെ ρ12 0 ആകുന്ന കേസ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അങ്ങനെ രണ്ട് കേസ് ഉണ്ട്. ρ12 ഒന്നെങ്കിൽ ρ12 0 ആകുന്നത് എപ്പോഴാണ്? x1ഉം x2ലും തമ്മിൽ കോറിലേഷൻ ഒന്നും ഇല്ലാത്തപ്പം. പെർഫെക്റ്റ് കോറിലേഷൻ ഉള്ളപ്പോഴാണ് 1 ആകുന്നത്. അല്ല, എന്തെങ്കിലും ഒരു കോറിലേഷൻ ഉണ്ടെങ്കിൽ നോട്ട് ഈക്വൽ ടു 0 ആകും. അപ്പം x1ഉം x2ഉം തമ്മിൽ യാതൊരുവിധ കോറിലേഷനും ഇല്ലാത്തപ്പം ρ12 എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ ദാറ്റ് ഈസ് ദ കേസ് ഓഫ് നൾ ഡിസ്ട്രിബ്യൂഷൻ. അപ്പം ആ ഒരു കേസാണ് നമ്മളിനി കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ആ ഒരു കേസിൽ ഈ എഫ് എന്ത് വരും? അതിനകത്ത് നമുക്ക് മാർജിനൽ ഡെൻസിറ്റി കണ്ടുപിടിക്കാം. അപ്പം പ്രത്യേകമായിട്ട് ഓർക്കണം, R12 അല്ല 0 ആകുന്നത്, ρ12 അതായത് പോപ്പുലേഷൻ കോറിലേഷൻ, പോപ്പുലേഷൻ സിമ്പിൾ കോറിലേഷൻ ആണ് 0 ആകുന്നത്. അതാണ് നമ്മുടെ നൾ കേസ് എന്ന് പറയുക, നൾ ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പം നോൺ നൾ ഡിസ്ട്രിബ്യൂഷൻ അതിനുശേഷം നമുക്ക് നോക്കാവുന്നതാണ്. എന്താണ്? ρ12 നോട്ട് ഈക്വൽ ടു 0 ആവുന്ന കേസിൽ. അപ്പം നമ്മുടെ ഫസ്റ്റ് കേസിൽ എന്താണ് ഈ എഫിൻ്റെ വാല്യൂ വരിക? സോ നമ്മുടെ നൾ ഡിസ്ട്രിബ്യൂഷൻ കേസിൽ ജോയിൻ്റ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ഫോമിലാണ് വരിക. ഓക്കെ, അപ്പം R12ൻ്റെ മാർജിനൽ ഡെൻസിറ്റി കാണാൻ എന്താണ് ചെയ്യേണ്ടത്? വിത്ത് റെസ്പെക്ട് ടു S11 ആൻഡ് S22 ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പം നമുക്കറിയാം S11ഉം S22 എന്ന് പറയുന്ന സാമ്പിൾ വേരിയൻസസ് ആണ്. ദാറ്റ് റേഞ്ചസ് ഫ്രം 0 to infinity ഓൺലി. സോ അത് വെച്ചിട്ട് നമുക്ക് ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് പോവാം. സോ ഈ ഫംഗ്ഷനെയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പം നമുക്കറിയാം കോൺസ്റ്റൻസ് ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്താണ് ഇൻ്റഗ്രേഷൻ്റെ ഉള്ളിൽ വരിക എന്ന് നോക്കാം. സോ കോൺസ്റ്റൻസ് ഔട്ട്സൈഡ് എടുത്തു കഴിയുമ്പം നമുക്ക് ഈ ഒരു ഫോമിൽ വരും. അപ്പം നോക്കുക, രണ്ട് ഇൻ്റഗ്രലും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നവയാണ്. സോ എന്താണ് S11 എന്ന് പറയുന്നത് ഒരു ഗാമ വേരിയേറ്റ് ആണ്. ഓക്കെ, അപ്പം അവിടെ നിന്ന് നമുക്കറിയാം നമുക്ക് ഗാമ ഡിസ്ട്രിബ്യൂഷൻ്റെ കോൺസ്റ്റൻസ് എഴുതുന്ന പോലെ നമുക്കിവിടെ നിന്ന് ആൻസർ എഴുതാനായിട്ട് പറ്റും, ഡയറക്റ്റ് ആൻസർ എഴുതാനായിട്ട് പറ്റും അല്ലേ? m⁻p ബൈ ഗാമ പി, അങ്ങനെയാണ് നമ്മൾ കോൺസ്റ്റന്റ് എഴുതുക. സോ അങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് 0 to infinity വിത്ത് റെസ്പെക്ട് ടു S11ഉം 0 to infinity വിത്ത് റെസ്പെക്ട് ടു S22 രണ്ട് ഇൻ്റഗ്രലിനും നമുക്ക് കൊടുക്കാൻ പറ്റും. കാരണം ഇവിടെ സാധാരണ നമുക്കറിയാം e⁻mx x⁻p−1 ആ ഒരു ഫോമിലാണ് ഗാമ ഡിസ്ട്രിബ്യൂഷൻ വരിക. അപ്പോൾ ഇവിടെ നോക്കുമ്പം e⁻mx കൺസിഡർ ചെയ്യുമ്പം എക്സ് നമ്മുടെ S11 ആണ്. അപ്പം m എന്താണ്? 1/2 σ1 സ്ക്വയർ. ഓക്കെ, p എന്താണ്? n-1/2. അപ്പം n-3/2 ആണ്. അപ്പം നമുക്ക് p-1 എന്നുള്ള ഫോമിലാക്കുമ്പം p എന്ന് പറയുന്നത് n-1/2. സോ നമുക്ക് കോൺസ്റ്റൻസിൻ്റെ കൂടെ ആ ഒരു ഫോം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം മനസ്സിലായല്ലോ, രണ്ട് ഇൻ്റഗ്രലിൻ്റെയും വാല്യൂ
ഗാമ ഡിസ്ട്രിബ്യൂഷൻ്റെ കോൺസ്റ്റൻസ് ആയിട്ടാണ് വരിക. അപ്പോൾ അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യാം. സോ നമ്മൾ കറസ്പോണ്ടിങ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഇത് സോൾവ് ചെയ്തെടുക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ കോമൺ ആയിട്ടുള്ള ടേംസ് സിഗ്മ 1 സിഗ്മ 2 ഒക്കെ ഉണ്ട്, പിന്നെ ഗാമ n-1/2 ഉണ്ട്. അപ്പോൾ കോമൺ ആയിട്ടുള്ള ടേംസ് ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ ഏത് ഫോമിലാണ് വരുന്നത് നമുക്ക് നോക്കാം. സോ കുറേ ടേംസ് ക്യാൻസൽ ആയി പോയി കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ഫോമിലാണ് വരിക. കറക്റ്റ് ആണല്ലോ. ഇനി ശ്രദ്ധിക്കുക, റൂട്ട് പൈ എന്ന് പറയുന്നത് ഗാമ 1/2 ആണ്. ഓക്കെ, റൂട്ട് പൈ എന്താണ്? ഗാമ 1/2. ഓക്കെ, അപ്പോൾ ഡിനോമിനേറ്ററിൽ ഗാമ 1/2 ഗാമ n-1/2 - 1/2. ഓക്കെ, അപ്പോൾ അതിൻ്റെ സമ്മാണ് നമുക്ക് മുകളിൽ ഗാമ n-1/2. അതായത് താഴെ ഗാമ ആൽഫയും ഗാമ ബീറ്റയും ആണെങ്കിൽ മുകളിൽ എന്താണ്? ഗാമ ആൽഫ പ്ലസ് ബീറ്റ. അങ്ങനെയാണ് ന്യൂമറേറ്ററിൽ ഗാമ n-1/2 കിടക്കുക. ക്ലിയർ ആണോ? റൂട്ട് പൈ എന്ന് പറയുന്നത് ഗാമ 1/2 ആണ്. അപ്പം 1/2 എന്ന് പറയുന്നത് ആൽഫയും n-1/2 - 1/2 എന്ന് പറയുന്ന ബീറ്റയും ആണെങ്കിൽ ഗാമ ആൽഫ പ്ലസ് ബീറ്റ ആണ് ന്യൂമറേറ്റർ കിടക്കുക. സോ ആ കോൺസ്റ്റന്റിനെ നമുക്ക് ഒന്നിച്ച് ബീറ്റ ഫംഗ്ഷൻ ഓഫ് 1/2 n-1/2 എന്ന് എഴുതാം. ഓക്കെ, ബീറ്റ ഫംഗ്ഷൻ ഓഫ് 1/2 ആൻഡ് n-1/2 - 1/2. And also R12 ranges from -1 to 1. So this is the density function of R12. That is, this is the null distribution of the sample correlation coefficient. Okay, അല്ലെങ്കിൽ നമുക്കിതിനെ സിമ്പിൾ നൾ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് എന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ മീൻ ആൻഡ് വേരിയൻസ് കണ്ടുപിടിക്കാനായിട്ട് ആദ്യമേ നമ്മൾ എച്ച്ത് മൊമെൻ്റ്, ജനറൽ ആയിട്ട് എച്ച്ത് മൊമെൻ്റ് കണ്ടുപിടിക്കുക. അപ്പം എച്ച്ത് മൊമെൻ്റ് കണ്ടുപിടിക്കുമ്പം എന്താണ് പ്രത്യേകത എന്നാൽ ഇതിൻ്റെ ഓഡ് മൊമെൻറ്റ്സ് എല്ലാം 0 ആണ്. അപ്പം നമുക്ക് ഈവൻ മൊമെൻറ്റ്സ് മാത്രം മതി. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് നോട്ടിൽ തന്നിട്ടുണ്ട്. ഓഡ് മൊമെൻറ്റ്സ് 0 ആണ്, അതുകൊണ്ട് മീൻ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പം വേരിയൻസ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പം അത് നോട്ട്ബുക്കിലുണ്ട്. അപ്പം അത് നോക്കുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.